അതാണ് പ്രശ്നം. ആവോ ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എസ് പി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സാദിഖ്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒന്നൊരു റിവ്യൂ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഒരു സ്മാർട്ട് ബാൻഡ് വളരെ റേറ്റ് കുറഞ്ഞ 450 രൂപ മാത്രം വിലയുള്ള കുട്ടികൾക്കെല്ലാം ബർത്ത്ഡേ ഗിഫ്റ്റ് മറ്റും എല്ലായിട്ടും നൽകാൻ പറ്റിയ വളരെ റേറ്റ് കുറഞ്ഞ ഒരു അടിപൊളി സ്മാർട്ട് ബാൻഡാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ 450 രൂപയ്ക്കുള്ള ഫംഗ്ഷൻസും ക്വാളിറ്റിയും ഉള്ള ഒരു അടിപൊളി സ്മാർട്ട് ബാൻഡാണ്. ഇതൊരു ചീന കമ്പനിയാണ്. ഇതിൻ്റെ മോഡൽ M3 എന്ന് പറയുന്നതാണ്. നിങ്ങൾക്കിത് വാങ്ങുവാനായിട്ട് ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു ബോക്സിനകത്താണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഫ്യൂച്ചർ എഴുതിയിട്ടുണ്ട്. ഈ ബോക്സിനകത്ത് വരുന്നത് സ്മാർട്ട് ബാൻഡ് മാത്രമാണ്. പിന്നെ യൂസർ മാനുവലും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബോക്സിനകത്ത് ഓൾറെഡി ഈ സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻസും ഫ്യൂച്ചറും എങ്ങനെയാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. അതിനു മുമ്പായി നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ SP മീഡിയ ടെക് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം ഇതിലെല്ലാം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 2 ഐറ്റംസ് ആയിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ കഴിയും. ഇത് റബ്ബറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ മെഷീൻ, ഇതാണ് സ്മാർട്ട് വാച്ച്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്മാർട്ട് ബാൻഡ് നമുക്ക് ഇതിനകത്ത് ഇടാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ഈ ഒരു ഇത് കാണുന്നുണ്ടല്ലോ, ഇത് വന്നിട്ട് ചാർജ് ചെയ്യാനുള്ള പോർട്ടാണ്. നമുക്കിത് നമ്മുടെ സാധാ USB ചാർജറിനകത്ത് കണക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ താഴ്ഭാഗത്തായിട്ട് ഒരു സെൻസർ കാണാൻ കഴിയും. ഇത് നമ്മുടെ ഹെഡ് ബീറ്റ് എല്ലാം മെഷർ ചെയ്യാനുള്ള സെൻസറാണ്. നമുക്ക് ഇതിനുള്ളിലോട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ കാണാൻ കഴിയും. ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അഴിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുക. ഇതുപോലെ നമുക്ക് ഉള്ളിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. എന്നതിന് ശേഷം നമ്മുടെ കയ്യിലോട്ട് ഇത് വളരെ കഷ്ടമായിട്ട് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഇവിടെ ഒരു സ്വിച്ചാണ്. ഈ സ്വിച്ച് നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഈ സ്വിച്ചിലും നിങ്ങൾക്ക് ഇവിടെ ടൈം കാണാൻ കഴിയും. ഇത് നമുക്ക് ഓരോ ട്രിപ്പും ജസ്റ്റ് ഒന്നിങ്ങനെ മാറ്റം തോറും കണ്ടോ നമുക്ക് ഇവിടെ സ്റ്റെപ്പ് നമ്മൾ എത്ര നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് മെഷർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷനിലോട്ട് പോകും. നമ്മുടെ ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മുടെ പ്രഷർ, അതുപോലെ തന്നെ മോഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത്. പിന്നെ ഇവിടെ മോർ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് അലാറം അങ്ങനെയുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലുമായിട്ട് ഇത് കണക്ട് ചെയ്യാം. മൊബൈലിൽ അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വൈബ്രേറ്റ് ആവും. ഇത് നമ്മുടെ കയ്യിൽ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വൈബ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ടൈം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെപ്സ്, ഹാർട്ട് ബീറ്റ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ ഒരു റേറ്റിൽ, അതായത് 450 രൂപയ്ക്ക് ഇത് നല്ലൊരു സ്മാർട്ട് ബാൻഡാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ച് കൊടുക്കാനും ഗിഫ്റ്റായിട്ടെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചൈനയുടെ പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോകൾ ലഭിക്കാൻ SP മീഡിയ ടെക് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.